വിശ്വാസികൾക്ക് ആഘോഷിക്കാൻ പറ്റിയ ഒരു ആഘോഷമാണ് ചെറിയ പെരുന്നാൾ എന്നുള്ളത്. എങ്ങനെ ആഘോഷിക്കല്? പടക്കം പൊട്ടിച്ചിട്ടും ഹറാമിയത്തിന്റെ പ്രവർത്തനങ്ങൾ ചെയ്തിട്ടും അള്ളാഹുവിന്റെ പൊരുത്തമില്ലാത്ത രൂപത്തിലുള്ള ആഘോഷമല്ല. അത് ഒരിക്കലും നമ്മൾ ചെയ്യാറില്ല. പ്രത്യേകിച്ച് ഈ ഒരു സമയം ലോക്ക്ഡൗൺ ആയതുകൊണ്ട് വീട്ടിൻ്റെ അകത്ത്, അതല്ലെങ്കിൽ പ്രവാസികൾ റൂമിൻ്റെ അകത്ത് ഇരുന്നു കൊണ്ട് പെരുന്നാൾ ആ റൂമിൻ്റെ അകത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ ആഘോഷത്തിലൂടെ ഒതുക്കുകയാണ് ചെയ്യുന്നത്. എല്ലാ വർഷവും നമ്മൾ ചെയ്യുന്നത് പോലെ ഈ വർഷം നമുക്ക് ചെയ്യാൻ പറ്റില്ല. കാരണം എന്നാലും പെരുന്നാൾ നമസ്കാരങ്ങളൊക്കെ വീട്ടിലിരുന്നു കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് കുടുംബസമേതം നമസ്കരിക്കാൻ പറ്റും, സുഭിക്ഷമായ ഭക്ഷണം ഉണ്ടാക്കാൻ പറ്റും. പെരുന്നാളിൻ്റെ ദിവസം ഇൻഷാ അല്ലാഹ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഇൻഷാ അല്ലാഹ് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളോട് ഓർമ്മപ്പെടുത്തുന്നത്, റമദാൻ നിലാവിൻ്റെ 1 മുതൽ ഇതുവരെയുള്ള സദസ്സുകളൊക്കെ ഒരു ദിവസം പോലും ഒഴിവില്ലാതെ കണ്ട കുടുംബങ്ങളുണ്ട്. അള്ളാഹുവേ അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ ലൈവിലുള്ള എല്ലാവർക്കും റമദാനിന്റെ പൊരുത്തം നൽകണേ റഹ്മാനെ. അൽഹംദുലില്ലാഹ് ഒരുപാട് ആളുകൾ, ആയിരക്കണക്കിന് ആളുകൾ നമ്മുടെ സദസ്സിൽ ആമീൻ പറയാറുണ്ട്. അതിൻ്റെയൊക്കെ ബർക്കത്ത് കൊണ്ടാണ് അൽഹംദുലില്ലാഹ് വിഷമങ്ങൾ വിളിച്ചു പറയുന്ന ആളുകളൊക്കെ വീണ്ടും അവർ സന്തോഷം പറയുന്നുണ്ട്. ഉസ്താദേ, അങ്ങനെ വിഷമങ്ങളൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. അൽഹംദുലില്ലാഹ് നിങ്ങൾ ആമീനിന്റെ ബർക്കത്താണത്. അള്ളാഹു നമ്മുടെ ഈ ദുആഇന്റെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു മാറ്റിക്കൊടുക്കട്ടെ. ഇന്ന് സമയം കുറവാണ്, വളരെ അല്പം ചില കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നത്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നമുക്ക് ദുആ മജ്‌ലിസ് നടത്തണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ചെറിയ പെരുന്നാളിന് ഒരുപാട് സുന്നത്തുകളുണ്ട്. ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ പെരുന്നാൾ ആഘോഷിക്കാൻ പോവുകയാണല്ലോ. അപ്പോൾ ഇന്ന് മഗ്‌രിബിന് ശേഷം ഇൻഷാ അല്ലാഹ് നമ്മൾ ഫിത്ർ സക്കാത്ത് ഇൻഷാ അല്ലാഹ് നമ്മൾ കൊടുക്കണം. അതൊക്കെ നമ്മൾ പറഞ്ഞതാണ്. ഇൻഷാ അല്ലാഹ് ഫിത്ർ സക്കാത്തിന്റെ അരി ഇൻഷാ അല്ലാഹ് നമ്മൾ അത് കൊടുക്കുക തന്നെ വേണം. എല്ലാവരും ആ വിഷയം മഗ്‌രിബിന് ശേഷമാണ് ഇൻഷാ അല്ലാഹ് ഏറ്റവും അതിന്റെ അഫ്ദലായ സമയം ഇൻഷാ അല്ലാഹ് തുടങ്ങുന്നത്. ആ വിഷയം വളരെയധികം പ്രധാനമായിട്ട് നമ്മൾ ശ്രദ്ധിക്കണം. മറ്റൊരു വിഷയം, പെരുന്നാളിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം എന്താ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇഹ്യാഉൽ ലൈല, അന്നത്തെ രാത്രി നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്തണം. എന്താണ് കാരണം? എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, പെരുന്നാളിന്റെ രാത്രി ദുആ ഇജാബത്തുള്ള രാത്രിയാണ്. പെരുന്നാളിന്റെ രാവ് എന്നുള്ളത് പ്രാർത്ഥനകൾക്ക് ഇജാബത്തുള്ള രാവാണ്. റമദാനിന്റെ രാവുകളെ പോലെ, റമദാനിന്റെ പകലുകളെ പോലെ റമദാൻ എന്ന മാസത്തിന് അള്ളാഹു നൽകുന്ന മഹത്വങ്ങളും ആദരവുകളും ആ 1 മുതൽ 30 വരെ റമദാൻ എന്ന പവിത്രമായ മാസത്തിന് അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ടല്ലോ. അതിന്റെ അവസാനമാണല്ലോ പെരുന്നാളിന്റെ രാവ്. അതുകൊണ്ട് പെരുന്നാളിന്റെ രാവിന് അള്ളാഹു വലിയ മഹത്വം നൽകിയിട്ടുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, പെരുന്നാളിന്റെ രാവ് നിങ്ങൾ നല്ലതുപോലെ ഉപയോഗപ്പെടുത്തണമെന്നാണ്. പലരും അത് ശ്രദ്ധിക്കാറില്ല. പെരുന്നാളിന്റെ രാവിന് അല്ലാഹു നൽകുന്ന മഹത്വം എത്രയാണ്. ആ പെരുന്നാളിന്റെ രാവിനെ ആരെങ്കിലും സജീവമാക്കി കഴിഞ്ഞാല് ഇബാദത്തുകളും നല്ല പ്രവർത്തനങ്ങളുമായി വെറുതെ മൊബൈലിന്റെ അകത്തിരുന്ന സമയം കളയരുത്. ഒന്നിരിക്കൽ വഅദ് കേട്ടുകൊണ്ടിരിക്കുക, അതല്ലെങ്കിൽ സ്വലാത്ത് മജ്‌ലിസിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുക. ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് സ്വലാത്ത് മജ്‌ലിസ് നടത്തണം. ഇന്ന് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള രാത്രിയാണ്, ഇന്ന് ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. അതുകൊണ്ട് ഹബീബായ തങ്ങൾ പറയുകയാണ്, ആരെങ്കിലും പെരുന്നാളിന്റെ തലേ ദിവസം പെരുന്നാളിന്റെ രാവിനെ സജീവമായി ഇബാദത്തുമായി അല്ലാഹുവിലേക്ക് അടുത്താൽ ഖറജ മിൻ ദുനൂബിഹി കയൗമ വലദതുഹു ഉമ്മുഹു, അവന്റെ എല്ലാ പാപക്കറങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുന്നതാണ്. റമദാനിൽ അവൻ തൗബ ചെയ്തപ്പോൾ അല്ലാഹു സ്വീകരിച്ചുവല്ലോ. ഇനി വല്ല തെറ്റുകുറ്റങ്ങളും അവനക്ക് ബാക്കിയാകുന്നുണ്ടെങ്കിൽ ആ തെറ്റുകുറ്റങ്ങൾ മുഴുവനും തന്നെ, ഏതെങ്കിലും ഒരു തെറ്റുകുറ്റങ്ങൾ ബാക്കിയുണ്ടെങ്കിൽ ആ റമദാനിന്റെ പെരുന്നാളിന്റെ രാവിനെ ഹയാത്താക്കലോടുകൂടെ അവന്റെ തെറ്റുകുറ്റങ്ങളെ അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, കയൗമ വലദതു ഉമ്മുഹു, ഏതുപോലെ അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ ഉമ്മയുടെ ഗർഭാശയത്തിന്റെ അകത്ത് വളരെ സുഖമായി നമ്മൾ ജീവിച്ചപ്പോൾ ഒരു ഹറാമും ചെയ്തിട്ടില്ലല്ലോ, ഹറാമും പറഞ്ഞിട്ടില്ലല്ലോ. ആ ഗർഭാശയത്തിൽ നിന്ന് നമ്മൾ പുറത്തേക്ക് വന്നു. അല്ലാഹുവേ, എങ്ങനെയാണ് കുഞ്ഞുമക്കൾ വരുന്നത്? അവര് സ്വാലിഹീങ്ങളായിട്ടാണ് വരുന്നത്. ഒരു തെറ്റും അവര് ചെയ്തിട്ടില്ലല്ലോ. ആ കുഞ്ഞുമക്കൾ ഒരു തെറ്റും ചെയ്യുന്നില്ലല്ലോ.
ആ കുഞ്ഞുമക്കൾ പ്രസവിച്ച സമയത്ത് അവർക്കൊരു ദോഷവും ഉണ്ടാവില്ലല്ലോ. അതേ പ്രകാരമാണ് പരിശുദ്ധമായ പെരുന്നാളിൻ്റെ രാവിൽ അല്ലാഹുവിലേക്ക് ഇബാദത്തുമായി അടുത്ത അവന്റെ ഉമ്മ അവനെ പ്രസവിച്ച ദിവസം പോലെ അവന്റെ പാപക്കറകൾ മുഴുവനും അല്ലാഹു മായ്ച്ചു കളയുമെന്ന് ഹബീബായ തങ്ങൾ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, നഷ്ടപ്പെടുത്തരുത് നമ്മള്. അല്ലാഹുവേ, ഞങ്ങൾക്കതിന് തൗഫീഖ് നൽകണമല്ലാ. എങ്ങനെയാണ് പെരുന്നാളിന്റെ രാവിനെ നമ്മൾ സജീവമാക്കേണ്ടത്? മഗ്രിബിന്റെ സമയം മുതലേ തുടങ്ങുക തസ്ബീഹ് ചൊല്ലുക. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. ആ തസ്ബീഹ് ചൊല്ലിക്കൊണ്ട് ദുആ ചെയ്യുക നമ്മള്. അല്ലാഹുവേ, തസ്ബീഹ് ചൊല്ലിക്കഴിഞ്ഞാൽ അല്ലാഹു അവർക്ക് വലിയ മഹത്വം നൽകുമെന്നാണ്. അപ്പൊ പെരുന്നാളിന്റെ ഇന്നത്തെ രാത്രി തന്നെ തുടങ്ങുന്നത് തസ്ബീഹിലൂടെ. മഗ്രിബ് നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കുക പെരുന്നാളിന്റെ രാവിലെ എങ്ങനെയാണ്? ഇന്നത്തെ മഗ്രിബ് നമസ്കാരം ജമാഅത്ത് നമ്മൾ നഷ്ടപ്പെടുത്തരുത്, സുന്നത്തുകൾ ഒഴിവാക്കരുത്, തലമറക്കണം, തൊപ്പി ധരിക്കണം. പെരുന്നാളിന്റെ രാവാണ്. ഈ പെരുന്നാളിന്റെ രാവിലെ സുന്നത്ത് ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹു അവന്റെ പാപക്കറകളെ മുഴുവനും പുറത്തു കൊടുക്കുമെന്നാണ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത്. സഹോദരിമാർ ചോദിക്കും, ഉസ്താദേ, ഞങ്ങൾക്കതിന് കഴിയൂലല്ലോ ഉസ്താദേ, കാരണം ഞങ്ങളെ ഇക്കാക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ, ഞങ്ങളെ മക്കൾക്ക് നോമ്പ് തുറക്കാനുള്ള വിഭവങ്ങൾ മലക്കുന്ന പെങ്ങളെ, ഭർത്താവിന് വേണ്ടി ഖിദ്മത്തെടുക്കുന്ന മോളെ, പെരുന്നാളില്ല തലേ ദിവസം പോലും ഒഴിവില്ലാതെ പ്രിയപ്പെട്ട കുടുംബങ്ങൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്തുകൊണ്ട് അടുക്കള എന്ന സ്വർഗത്തോട്ടത്തിൽ, അടുക്കള നിങ്ങളുടെ സ്വർഗത്തോട്ടമാണ്, അടുക്കള നിങ്ങളെ സ്വർഗത്തോട്ടമാണ്, അടുക്കള നിങ്ങളെ സ്വർഗത്തോട്ടമാണ്. ആ അടുക്കളയിൽ ഇരുന്നു കൊണ്ട് ഭർത്താക്കന്മാർക്ക് ഖിദ്മത്തെടുക്കുന്ന മക്കൾക്ക് വേണ്ടി ഭക്ഷണം പാചകം ചെയ്യുന്ന പെങ്ങളെ, നിങ്ങൾക്ക് അല്ലാഹു അതിന്റെ പ്രതിഫലം തരുമെന്നാണ്. അപ്പൊ സഹോദരിമാർ സങ്കടപ്പെടണ്ട, ഉസ്താദെ പെരുന്നാളിന്റെ തലേ ദിവസം സജീവമാക്കണം എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഞങ്ങള് ഖുർആൻ ഓതിയിട്ട് അവിടെ ഇരുന്നാല് ഞങ്ങള് ഭർത്താക്കന്മാർക്ക് ഭക്ഷണം ഉണ്ടാക്കണ്ടേ? ചോദ്യം ഉണ്ടാവും അല്ലേ? നിങ്ങൾക്കുള്ള ഇബാദത്ത് നിങ്ങൾ ആ ഖിദ്മത്താണ്. നിങ്ങളെ നിയ്യത്ത് നന്നാക്കണം. എൻ്റെ ഭർത്താവിന് വേണ്ടിയാണ്, എൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടിയാണ്, അവർ എൻ്റെ മാതാപിതാക്കൾ തന്നെയാണ്, എൻ്റെ പേരമക്കൾക്ക് വേണ്ടിയാണ്, എൻ്റെ സഹോദരങ്ങൾക്ക് വേണ്ടിയാണ്. ആ നിയ്യത്ത് വെച്ചുകൊണ്ട് സഹോദരിമാര് അടുക്കളയിൽ ജോലി ചെയ്യുമ്പോൾ അല്ലാഹു അതിന് വലിയ മഹത്വം നൽകുമെന്നാണ്, വലിയ ബഹുമാനം നൽകുമെന്നാണ്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്നത്തെ രാത്രി നമ്മൾ നഷ്ടപ്പെടുത്താൻ പാടില്ല. അത് പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. ഖറജ മിൻ ദുനൂബിഹി, അവന്റെ പാപഭാരങ്ങളെ അല്ലാഹു മായ്ച്ചു കളയുകയാണ്. കയോമ വലദത്തുഹു, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ, അവന്റെ ഉമ്മ അവനെ പ്രസവിച്ചതുപോലെ അവന്റെ തെറ്റുകുറ്റങ്ങളെല്ലാം പുറത്തു കൊടുക്കുമെന്നാണ്. അതുകൊണ്ട് റമദാൻ നിലാവിന്റെ അവസാന ദിവസം ഓൺലൈനിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, ഇന്ന് ഇൻഷാ അല്ലാഹ് നമുക്ക് മജ്ലിസ് തുടങ്ങണം. പ്രിയപ്പെട്ടവരെ, നമുക്കിന്ന് മജ്ലിസ് ഉണ്ടാകണം. ഹദ്ദാദ് ചൊല്ലുന്ന, തസ്ബീഹ് ചൊല്ലുന്ന, ദിക്ർ ചൊല്ലുന്ന, സ്വലാത്ത് ചൊല്ലുന്ന, ദുആ നടത്തുന്ന മജ്ലിസ് നമുക്ക് നടത്തണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇൻഷാ അല്ലാഹ് നമുക്കൊരു 9:30 ലൈവ് കൊടുത്തുവിടാം. അവനെ 9:30 ലൈവ് കൊടുത്തുവിടെ ഇൻഷാ അല്ലാഹ്. അല്ലാഹുവേ അല്ലേ, സമയം ഉറപ്പിക്കല്ലേ ഇൻഷാ അല്ലേ, ഇൻഷാ അല്ലാഹ് 9:30 ഇൻഷാ അല്ലാഹ്. ഇന്നത്തെ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. ഇന്നത്തെ പെരുന്നാളിന്റെ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്. അതുകൊണ്ട് തന്നെ ഇൻഷാ അല്ലാഹ് ഇന്ന് നമുക്ക് 9:30 ഇൻഷാ അല്ലാഹ് പെരുന്നാളിന്റെ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാത്രിയല്ലേ. അപ്പോൾ സഹോദരിമാരെ സങ്കടപ്പെടേണ്ട, നിങ്ങൾക്ക് പങ്കെടുക്കാൻ പറ്റൂല എന്ന് ഇൻഷാ അല്ലാഹ്. നിങ്ങൾ മൊബൈൽ ഇങ്ങനെ ഓണാക്കിയിട്ട് അടുക്കളയിൽ ഇങ്ങനെ വെച്ചിരിക്കുക. അധികം ആളുകളും അങ്ങനെ വെച്ചിരിക്കുന്നവരായിരിക്കും. പലരും പറയാറുണ്ട് അങ്ങനെ ഇൻഷാ അല്ലാഹ്. പലരും ചില ചെറുപ്പക്കാരൊക്കെ വിളിക്കുമ്പോൾ പറയാറുണ്ട്, ഉസ്താദേ ഞങ്ങളെ കുടുംബക്കാരൊക്കെ വാള് കേൾക്കാറുണ്ട്,
അവർക്ക് കേൾക്കുന്നത് അടുക്കളയിൽ അങ്ങനെ മൊബൈൽ ഓണാക്കി ഇങ്ങനെ ഇരിക്കലാണ്. അൽഹംദുലില്ലാ മതി, എന്നാലും അതിന്റെ പ്രതിഫലം ലഭിച്ചുകൊണ്ടിരിക്കും. ഇൻഷാ അല്ലാഹ് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ഇത്രയും ദിവസങ്ങൾ നമ്മൾ രാത്രിയൊക്കെ പ്രോഗ്രാം നടത്തിയല്ലോ, ഒറ്റയിട്ട രാവിലൊക്കെ. ഇന്ന് ഇൻഷാ അല്ലാഹ് അതിന്റെ അവസാനമാണ്. അള്ളാഹുവെ ഞങ്ങളെ സദസ്സിനെ സ്വീകരിക്കണേ, അല്ലാഹ് നീ കബൂലാക്കണം. പറഞ്ഞു വരുന്നത് ആ രാവിൽ സജീവമാക്കണമെന്നാണ്. അപ്പോ ഇഹ്യാഉൽ ലൈല, പെരുന്നാളിന്റെ രാവിനെ, പെരുന്നാളിന്റെ രാത്രിയെ നിങ്ങൾ സജീവമാക്കണം, ഇബാദത്തുകളെ കൊണ്ട് സജീവമാക്കണം. അങ്ങനെ ഇബാദത്തുകളെ കൊണ്ട് നിങ്ങൾ സജീവമാക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അള്ളാഹു ഇനി എന്തെങ്കിലും ഒരു ദോഷം ബാക്കിയുണ്ടെങ്കിൽ ആ ദോഷങ്ങൾ എല്ലാം അള്ളാഹു പുറത്തു തരുമെന്നാണ്. അപ്പൊ ഇന്നത്തെ രാത്രി വെറുതെ ഇരുന്ന് നമ്മൾ നഷ്ടപ്പെടുത്തരുത്. ചില ആളുകളുണ്ടാവും, നോമ്പൊക്കെ കഴിഞ്ഞ് വളരെ റാഹത്തായി സന്തോഷമായി, ഇനി മൊബൈൽ എടുക്കാം, ഇനി അങ്ങനെ ഇങ്ങനെ TV ഓണാക്കാം, സീരിയൽ ഓണാക്കാം. വേണ്ട, അതൊന്നും വേണ്ട. നമ്മൾ ഇന്നത്തെ രാത്രി അതിനെ നമ്മൾ ജീവിപ്പിക്കുക തന്നെ വേണം. കാരണം ഇത്രയും ദിവസം നിങ്ങളെ കണ്ണിനെ, മനസ്സിനെ, കാതിനെ, ഹൃദയത്തെ, നിങ്ങളെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടി ചെലവഴിച്ച ആ ദിവസങ്ങൾ അവസാനിക്കുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. പരിശുദ്ധമായ റമദാൻ നമ്മിൽ നിന്ന് വിട പറയുന്ന രാത്രിയാണ് ഇന്നത്തെ രാത്രി. റമദാൻ മാസം വിട പറയുമ്പോൾ ആകാശങ്ങൾ കരയുമെന്നാണ്. ഇനിയൊരു റമദാൻ വരുന്ന നാളിൽ സ്വാഗതമോദിടുവാൻ വിധിയകനാഥ തൗഫീഖ് നൽക് റമദാൻ സ്വീകരിക്കാൻ. ഇനിയൊരു നാളിൽ റമദാൻ വരുമ്പോൾ സ്വാഗതമോദിടുവാൻ വിധിയകനാഥ ഭാഗ്യം നൽക് റമദാൻ വരവേൽക്കാൻ. ഇനി അടുത്ത വർഷമാണ് റമദാൻ വരിക. അല്ലാഹുവേ തൗഫീഖ് നൽകണമല്ലാ, റമദാനിൽ ഞങ്ങൾ ആയുസ് നീട്ടിത്തരണമല്ലാ. അപ്പൊ ഇന്ന് റമദാനിൽ നിന്ന് വിട പറയുകയാണ്. ആകാശഭൂമികൾ കരഞ്ഞുകൊണ്ടിരിക്കും. പരിശുദ്ധമായ റമദാൻ. അസ്സലാമു അലൈക്കും യാ ശഹ്റ റമദാൻ. തറാവിയുടെ മാസമേ നിനക്ക് സലാം, നോമിന്റെ മാസമേ നിനക്ക് സലാം, സുഹൃതങ്ങളുടെ മാസമേ നിനക്ക് സലാം, റമദാൻ നിലാവിന്റെ മാസമേ നിനക്ക് സലാം എന്ന് പറഞ്ഞ് റമദാൻ മാസം നമ്മിൽ നിന്ന് വിട പറയുന്ന മനോഹരമായ രാവ്. ആ രാവിൽ നമ്മൾ ഇബാദത്തുമായിട്ട് അല്ലാഹുവിലേക്ക് അടുക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ഇത് പരിശുദ്ധമായ റമദാനിന്റെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയമാണ്. മറ്റൊന്ന് തക്ബീറാണ്. ഇൻഷാ അല്ലാഹ് ഇന്നത്തെ രാത്രി നമ്മൾ തക്ബീർ ചൊല്ലും. നമ്മുടെ കുടുംബങ്ങൾ സമേതം ഇൻഷാ അല്ലാഹ് നിങ്ങളെ അവന്റെ ഈ സദസ്സിൽ ഇരുന്നുകൊണ്ട് നമുക്ക് ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി കൂട്ടമായിട്ട് നമുക്ക് തക്ബീർ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ഉണ്ടാവുമല്ലോ. ഇന്ന് രാത്രി ഇൻഷാ അല്ലാഹ് നമുക്ക് തക്ബീർ ചൊല്ലണം. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. തക്ബീർ എന്നുള്ളത് അത് വലിയ മഹത്വമുള്ള ദിക്റാണ്. അത്തക്ബീറു നിസ്ഫുൽ ഈമാൻ. ഈമാനിന്റെ പകുതിയാണ് തക്ബീർ എന്നാണ്. ഈമാനിന്റെ പകുതിയാണ് തക്ബീർ എന്നുള്ളത് അള്ളാഹുവിന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വചനമാണ്. അള്ളാഹുവിന് ഇഷ്ടമുള്ള വചനമാണ് തക്ബീർ എന്നുള്ളത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഇസ്രാ മിഅ്റാജിന്റെ യാത്രയിൽ ഞാൻ യാത്ര പോകുന്ന സമയത്ത് സ്വർഗീയ ലോകത്ത് അള്ളാഹുവിന്റെ മലക്കുകൾ ചില ആളുകളെ തക്ബീർ ചൊല്ലിയിട്ട് ഇങ്ങനെ സ്വീകരിക്കുന്നത് ഞാൻ കണ്ടുപോയി. സ്വഹാബാ, കൂടെയുള്ള ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിനോട് ചോദിച്ചു, മൻഹും, അവരാരാണ് ജിബ്രീലേ? അള്ളാഹുവിന്റെ ഹബീബേ, അവരെ അള്ളാഹുവിന്റെ മലക്കുകൾ തക്ബീർ ചൊല്ലി സ്വീകരിക്കുന്നത് എന്തിനാണെന്നറിയോ? അവര് ദുനിയാവിൽ നിന്ന് ഒരുപാട് തക്ബീർ ചൊല്ലിയവരാണ് നബിയേ. ദുനിയാവിൽ നിന്ന് ധാരാളം തക്ബീർ ചൊല്ലിയവരാണ്. ദുനിയാവിൽ നിന്ന് ഒരുപാട് തക്ബീർ ചൊല്ലിയവരാണ്. അതിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹുവിന്റെ മാലാഖമാര് അവരെ തക്ബീർ ചൊല്ലി സ്വീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അടിമ ഉടമയായ നമ്മൾ യജമാനായ റബ്ബിനോട് സംസാരിക്കുന്ന സമയമാണല്ലോ നമസ്കാരം. അള്ളാഹുലേക്ക് നമ്മൾ ഏറ്റവും കൂടുതൽ അടുക്കുന്ന സമയമാണ് നമസ്കാരത്തിന്റെ സമയം.
ആ നമസ്കാരത്തിന്റെ സമയത്തിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചൊല്ലുന്നത് തക്ബീറല്ലേ? ആ നമസ്കാരത്തിന്റെ സമയത്തിൽ ഒരു ഫർദിൽ നിന്ന് മറ്റൊരു ഫർദിലേക്ക് നമ്മൾ നീങ്ങുന്നത് തക്ബീർ കൊണ്ടാണ്. നമസ്കാരം തുടങ്ങുന്നത് നിയ്യത്ത് വെച്ച് തക്ബീർ കൊണ്ടാണ്. തക്ബീറിന് അല്ലാഹു വലിയ മഹത്വമാണ് നൽകിയത്. തക്ബീറിന് അല്ലാഹു വലിയ സ്ഥാനമാണ് നൽകിയത്. തക്ബീറിന് അല്ലാഹു വലിയ ബഹുമാനമാണ് നൽകിയത്. തക്ബീറിന് അല്ലാഹു വലിയ ശ്രേഷ്ഠതയാണ് നൽകിയത്. അതുകൊണ്ടാണ് സന്തോഷം വരുമ്പോ കുലു തക്ബീർ എന്ന് പറഞ്ഞ് നമ്മൾ തക്ബീർ ചൊല്ലുന്നത്. വിശ്വാസികൾക്ക് സന്തോഷം വരുമ്പോ പറയേണ്ടത് അല്ലാഹു അക്ബർ, അല്ലാഹു വലിയവനാണ് എന്ന സന്ദേശമാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് പെരുന്നാൾ വരുമ്പോ എന്തോ ഒരു വലിയ സന്തോഷമാണ് നമ്മുടെ കുടുംബത്തില്. നമ്മുടെ ഉമ്മയും നമ്മുടെ വാപ്പയും മക്കളും മരുമക്കളും കൂട്ടുകുടുംബങ്ങൾ ഒരുമിച്ചിരുന്നു കൊണ്ട് തക്ബീർ ചൊല്ലിയിരുന്ന കാലമുണ്ടായിരുന്നുവല്ലോ. ഞാൻ എന്നും ഓർത്തെടുക്കുന്നു എൻ്റെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മച്ചി. അല്ലാഹ്, ഉമ്മയില്ലാത്ത 2 പെരുന്നാളാണ് ജീവിതത്തിൽ കഴിഞ്ഞത്. സന്തോഷങ്ങളില്ലാത്ത പെരുന്നാളാണ് ഉമ്മയില്ലാത്ത പെരുന്നാൾ. ഉമ്മയുണ്ടാകുമ്പോഴാണ് നമ്മുടെ പെരുന്നാളിൻ്റെ മാറ്റ് നമ്മൾ അറിയുന്നത്. അല്ലാഹ് ഉമ്മയുടെ ഖബർ പെരുന്നാളാക്കി കൊടുക്കട്ടെ. നമ്മിൽ നിന്ന് മരിച്ചുപോയവരെ ഖബർ അല്ലാഹ് നീ സ്വർഗമാക്കണേ അല്ലാഹ്. ഉമ്മയുടെ കൂടെ ഉമ്മയുള്ള കാലത്ത് ഞാൻ എന്നും ഓർത്തെടുക്കുകയാണ്. ഞങ്ങളെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ ഒരുമിച്ചിരുത്തി തക്ബീർ ചൊല്ലിച്ചിരുന്നു ഞങ്ങളെ പ്രിയപ്പെട്ട പുന്നാര ഉമ്മ. തക്ബീർ ചൊല്ലാൻ പറഞ്ഞിരുന്നു പ്രിയപ്പെട്ട പുന്നാര ഉമ്മ. ഉമ്മ അടുക്കളയിൽ ജോലി ചെയ്യുന്നുണ്ടാവും. ഉമ്മ അടുക്കളയിൽ നിന്ന് തക്ബീർ ചൊല്ലുന്നുണ്ടാവും. ഞങ്ങളെല്ലാം ഒരുമിച്ചിരുന്ന് ഞങ്ങൾ സിറ്റ് ഔട്ടിലിരുന്നു കൊണ്ട് ഞങ്ങളും പൂമുഖത്തിരുന്നു കൊണ്ട് തക്ബീർ ചൊല്ലുന്നുണ്ടാവും. നിങ്ങളെ കുടുംബത്തിൽ അങ്ങനെ ഇല്ലായിരുന്നോ പ്രിയപ്പെട്ടവരെ? എൻ്റെ പ്രവാസി സുഹൃത്തുക്കളൊന്ന് ആലോചിച്ചു നോക്കിയേ. നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾ ഉണ്ടാകുമ്പോഴുള്ള സന്തോഷം എത്രയാണ്. ഭാര്യയും മക്കളൊക്കെ ഒരുമിച്ചിരുന്ന് തസ്ബീഹ് തക്ബീർ ചൊല്ലുന്ന സുന്ദരമായ രംഗം. എൻ്റെ പ്രവാസി സുഹൃത്തുക്കളെ, റൂമിൻ്റെ അകത്തിരുന്ന് നിങ്ങൾ തക്ബീർ ചൊല്ലിയിരിക്കണേ. അല്പനേരമെങ്കിലും എല്ലാവരും ഒന്ന് ഒരുമിച്ചിരുന്ന് തക്ബീർ ചൊല്ലിയിരിക്കണേ. ഉസ്താദേ, റമദാൻ നിലാവിൻ്റെ പ്രോഗ്രാം ഞങ്ങൾ TV-യിൽ കുത്തിയിട്ട് റൂമിനകത്തുള്ള എല്ലാവരും ഒരുമിച്ചിരുന്ന് കേൾക്കാറുണ്ടെന്ന് പറയുന്ന പ്രവാസികൾ നമ്മുടെ ചാനലിലുണ്ട്. അല്ലാഹുവേ, അവർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. ഈ ലൈവിലുള്ള എല്ലാവർക്കും നീ ബറക്കത്ത് കൊടുക്കണേ റഹ്മാനെ. നിങ്ങൾ ഇന്നത്തെ രാത്രി ഒരുമിച്ചിരുന്ന അല്പനേരമെങ്കിലും ഒന്ന് തക്ബീർ ചൊല്ലണേ കൂട്ടുകാരെ. എൻ്റെ പ്രവാസി ജ്യേഷ്ഠ സഹോദരങ്ങളോട് പറയുകയാണ്, എത്ര പ്രതിസന്ധി വന്നാലും നമ്മൾ തളരണ്ട. പ്രതിസന്ധികളെല്ലാം അവസരമായിട്ട് ഉപയോഗപ്പെടുത്തുന്നവനാണ് വിശ്വാസി. ഈ പ്രതിസന്ധി വന്നതുകൊണ്ടാണ് നമുക്ക് വീട്ടിൻ്റെ അകത്തിരുന്ന് ജമാഅത്തായി നമസ്കരിക്കാനും പെരുന്നാൾ നമസ്കാരം ജമാഅത്തായി നമസ്കരിക്കാനും ഒരുപാട് പുണ്യകർമ്മങ്ങൾ പുതിയ കാര്യങ്ങൾ നമുക്ക് പഠിക്കാൻ പറ്റിയത്. അതുകൊണ്ട് പ്രതിസന്ധികളെല്ലാം അവസരങ്ങളായി ഉപയോഗപ്പെടുത്തണം നമ്മൾ. അപ്പൊ തക്ബീർ ചൊല്ലണം. തക്ബീർ എന്നുള്ളത് വലിയ ശ്രേഷ്ഠതയുള്ള കാര്യമാണ്. 2 പെരുന്നാളിനും തക്ബീർ സുന്നത്തുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, തക്ബീർ ചൊല്ലിക്കൊണ്ടിരിക്കുന്ന സമയത്തോളം നിങ്ങൾക്ക് വേണ്ടി മലക്കുകൾ അങ്ങനെ പൊറുക്കലിനെ തേടുമെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ കുടുംബസമേതം തക്ബീർ ചൊല്ലണം. ഒന്നാമത്തേത് പറഞ്ഞത് പെരുന്നാളിന്റെ രാത്രി, ഇന്നത്തെ രാത്രി നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് ദുആ ചെയ്യണം. രണ്ടാമത്തേത് കൂട്ടമായി തക്ബീർ ചൊല്ലണം. മറക്കരുതേ. അതൊക്കെ ഞങ്ങൾക്ക് അറിയാം ഉസ്താദെ, അറിയാത്തത് ഏതല്ലേ, പക്ഷെ ചെയ്യലുണ്ടോ എന്നുള്ളതാണ്. ചെയ്യണം, അവിടെയാണ് നമ്മുടെ വിജയം. റമദാൻ നിലാവ് കണ്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഉസ്താദെ, സന്തോഷത്തോട് പറയാറുണ്ട് പ്രിയപ്പെട്ടവര്. അതേ പ്രകാരം ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് ഈ റമദാൻ നിലാവ് കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ആളുകളും കൂട്ടമായി വീട്ടിലിരുന്ന് തക്ബീർ ചൊല്ലണം. ഇൻഷാ അല്ലാഹ് 9:30 നമ്മുടെ പ്രോഗ്രാം ആരംഭിക്കും. ആ പ്രോഗ്രാമിൽ ഇൻഷാ അല്ലാഹ് കൂട്ടമായി നമ്മൾ തക്ബീർ ചൊല്ലുന്നുണ്ട്. അതിലും നിങ്ങൾ പങ്കെടുക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. മൂന്നാമത്തെ ഒരു സുന്നത്ത് പറയുകയാണ്. മൂന്നാമത്തെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ് പെരുന്നാളിന്റെ കുളി എന്നുള്ളത്. നാളെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ നമ്മൾ നമസ്കരിക്കുന്നതിന് മുമ്പ് പെരുന്നാളിന്റെ കുളി അത് സുന്നത്താണ്. വൃത്തിയോട് കൂടിയിട്ടാണ് അവിടെ നമ്മൾ പെരുന്നാളിനെ സ്വീകരിക്കേണ്ടത്.
വൃത്തിയോട് കൂടിയിട്ടായിരിക്കണം നമ്മൾ പെരുന്നാളിനെ സ്വീകരിക്കേണ്ടത്. കാരണം ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയാണ്, മുനിയദ്ദീനു അലന്നളാഫാ, ദീൻ എന്ന് പറഞ്ഞാൽ വൃത്തിയുള്ളതാണ്, വൃത്തിയോടുകൂടെയാണ് ദീനുള്ളത്, വൃത്തിയുടെ മേലിലാണ് ദീനിനെ എടുക്കപ്പെട്ടത്. അതുകൊണ്ട് ചെറിയ പെരുന്നാളെ കാത്തിരിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട മുത്തുമുഅ്മിനീങ്ങളെ, ഈ റമദാൻ നിലാവ് കണ്ടുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ നാനാഭാഗത്തുള്ള പ്രിയപ്പെട്ട മുത്തുവിശ്വാസികളോട് ഓർമ്മപ്പെടുത്തുന്നത്, പെരുന്നാളിന്റെ സുന്നത്ത് കുളി നമ്മൾ ഒഴിവാക്കാൻ പാടില്ല. വെള്ളിയാഴ്ച ദിവസം നമ്മൾ കുളിക്കുമ്പോൾ വെള്ളിയാഴ്ചയുടെ ചുമയുടെ കുളി എന്ന സുന്നത്ത് വെക്കണമല്ലോ. അപ്പോഴാണല്ലോ അതിന്റെ പ്രതിഫലം അല്ലാഹു നമുക്ക് തരുന്നത്. ഇതേ പ്രകാരം തന്നെ പെരുന്നാളിന്റെ കുളിക്കും സുന്നത്തുണ്ട്. ചെറിയ പെരുന്നാളിന്റെ സുന്നത്താക്കപ്പെട്ട കുളിയെ ഞാൻ കുളിക്കുന്നു എന്ന് നിയത്ത് വെച്ചിട്ട് ബിസ്മില്ലാ എന്ന് ചൊല്ലിയിട്ട് കോപ്പയിൽ വെള്ളമെടുത്ത് വലത് ഭാഗത്ത് നമ്മൾ ഒഴിക്കണം. ആദ്യം നമ്മൾ വലത് ഭാഗത്താണ് ഒഴിക്കേണ്ടത്. വലതിനെ മുന്തിക്കണം. ഇനി തലയിൽ ഒഴിച്ചാലും പിന്നെ നമ്മൾ വലത് ഭാഗത്ത് ഒഴിക്കണം. അതാണ് സുന്നത്ത്. കുളിക്കുന്നതിന് മുമ്പ് വുളു എടുക്കണം. പ്രിയപ്പെട്ടവരെ, പെരുന്നാളിന്റെ കുളി അത് വലിയ മഹത്വമുള്ള കുളിയാണ്. നമ്മുടെ കണ്ണേറുകളും നമ്മുടെ വസ്വാസുകളും നമ്മുടെ ഷർറുകളൊക്കെ ആ കുളിയിലൂടെ ഒഴിച്ചു പോവട്ടെ. ആ കുളി വല്ലാത്ത പ്രതിഫലമുള്ള കുളിയാണ്, വല്ലാത്ത ശ്രേഷ്ഠതയുള്ള കുളിയാണ്. കണ്ണേറുള്ളവരുണ്ടാവും, നാപ്പോരുള്ളവരുണ്ടാവും, സിഹ്റിയേറ്റവരുണ്ടാവും, കൈവശമുള്ളവരുണ്ടാകും, ഷർറുകൾ ഏൽക്കുന്നവരുണ്ടാകും, വസ്വാസുള്ളവരുണ്ടാകും. എത്ര ആളുകളാണ് വസ്വാസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരെ? അവരൊക്കെ കുളിക്കുന്ന സമയത്ത് വുളു എടുത്തിട്ട് കുളിക്കട്ടെ. വുളു എടുത്തിട്ട് ബിസ്മി ചൊല്ലിക്കൊണ്ട് അല്ലാഹുവേ ആ ബിസ്മി ചൊല്ലി നിയത്ത് വെച്ച് കുളിക്കട്ടെ. ആ ശരീരത്തിൽ വെള്ളമൊഴിക്കുമ്പോൾ അതിനൊരു ബറക്കത്തുണ്ടാകും. ബിസ്മി കൊണ്ട് തുടങ്ങുന്ന മുഴുവനും ബറക്കത്താണ്. ബിസ്മി ചൊല്ലിയിട്ടാണോ നിങ്ങൾ ബാത്റൂമിന്റെ അകത്തിരുന്നുകൊണ്ട്, ബാത്റൂം എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റും കുളിക്കുന്ന ഭാഗവും രണ്ടാക്കിയതാണ് ഞാൻ പറയുന്നത്. ടോയ്ലറ്റ് ഉള്ള ഭാഗത്ത് നിന്ന് കുളിക്കുന്നതിനല്ല, രണ്ടും രണ്ടാക്കിയ ഭാഗത്തെ കുറിച്ചിട്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ബാത്റൂമിന്റെ അകത്ത് എന്ന് പറഞ്ഞാൽ ടോയ്ലറ്റ് ഒരു ഭാഗത്തും വുളു ചെയ്യാനും കുളിക്കാനുമുള്ള സൗകര്യം മറ്റൊരു ഭാഗത്തും ഉണ്ടാകുമ്പോഴാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അവിടെ വെച്ചിട്ട് നമ്മൾ ബിസ്മില്ലെ കൊണ്ട് ശരീരത്തേക്ക് വെള്ളമൊഴിക്കുമ്പോൾ ശരീരത്തിലുള്ള കണ്ണേറുകൾ അല്ലാഹു മാറ്റിത്തരും. എല്ലാ ശർറുകളും വസ്വാസുകളും അല്ലാഹു ബാത്തിലാക്കുമെന്നാണ് മറന്നു പോവണ്ട. അപ്പൊ പെരുന്നാൾ കുളിക്കാൻ വേണ്ടി ഒരുങ്ങി നിൽക്കുന്ന പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് പറയുകയാണ്, നിങ്ങൾ വുളു ചെയ്യണം കുളിയുടെ മുന്നോടിയായിട്ട്. അപ്പൊ കുളിയുടെ മുന്നോടിയായിട്ട് നമ്മളൊക്കെ വുളു എടുക്കാം. വുളുവിനെ കുളിയുടെ അവസാനം വരെ വുളു ഉണ്ടായിരിക്കണമെന്നാണ്. അതിപ്പോ നടക്കുമെന്നില്ല, ഇപ്പൊ നമുക്കറിയില്ല. കാരണം ശരീരമൊക്കെ നമ്മൾ തേച്ച് ഉരച്ച് കഴിക്കുമ്പോൾ വുളു മുറിയാൻ സാധ്യത കൂടുതലാണ്. എന്നാലും കുളി കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് നമ്മൾ വുളു എടുക്കാം. അതല്ലേ വിശ്വാസി, അതാണ് വിശ്വാസി, അതായിരിക്കണം വിശ്വാസി. തളരരുത്, പതറരുത്. അതുകൊണ്ടാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ തിരുസുന്നത്താണ് പെരുന്നാളിന്റെ കുളി എന്നുള്ളത്. മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്. കുളിയുടെ മുന്നോടിയായിട്ട് മിസ്വാക്ക് ചെയ്യൽ സുന്നത്തുണ്ട്, വുളു എടുക്കൽ സുന്നത്തുണ്ട്. പെരുന്നാളിന്റെ കുളിയുടെ സുന്നത്ത് എന്ന നിയത്ത് വെച്ചുകൊണ്ട് നമ്മൾ കുളിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. നിങ്ങൾ ആലോചിക്കേ, നമ്മളെ ഉമ്മമാരൊക്കെ പെരുന്നാളിന് കുളിക്കുന്ന സമയത്ത് ശരീരത്തിലൊക്കെ ഇങ്ങനെ എണ്ണ തേച്ച് ഇങ്ങനെ കുളിക്കും അല്ലേ? അതിനിപ്പോ ഹദീസുണ്ടോ? ഹദീസൊന്നുമില്ല. അതൊക്കെ വൃത്തിയാക്കുന്നതിൽ പെട്ടതാണ് അല്ലേ? അതെന്താന്ന് ചോദിച്ചാൽ, സഹോദരിമാരോട് ചോദിച്ചാൽ ഒരു ശരിക്ക് പറഞ്ഞുതരും അത് എന്തുകൊണ്ടാണ് അങ്ങനെ ശരീരത്തിലൊക്കെ എണ്ണ തേക്കുന്നത്. എനിക്കൊക്കെ ഓർമ്മയുണ്ട്, എൻ്റെ പുന്നാര ഉമ്മയ്ക്കുള്ള കാലത്ത് ഞങ്ങളൊക്കെ എണ്ണയിൽ ഇങ്ങോട്ട് കുളിപ്പിക്കും. അതിങ്ങോട്ട് ആലോചിക്കാൻ കഴിയില്ല. എണ്ണയിൽ കണ്ണും മൂക്കും തലയും കാലും എല്ലാം ഒന്നും ഉണ്ടാവില്ല. ആകെ എണ്ണ ചെമ്പിൽ വീണതുപോലെയായിരിക്കും. ആകെ എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇങ്ങനെ വിശ്രമിച്ചിട്ട് പിന്നെ ഒരു കുളിയാണ്. അൽഹംദുലില്ലാഹ്, മാഷാ അല്ലാഹ്. അതൊരു വൃത്തിയാക്കുന്നതിന്റെ, അത് പെരുന്നാളിന്റെ സന്തോഷമാണ്. ഇന്നതൊക്കെ ഇല്ലാതെയായി പോയി, ഇന്നതൊക്കെ എടുത്തു കളഞ്ഞു. അങ്ങനെയൊക്കെ ചെയ്യണം നമ്മള്. അതൊരു ബർക്കത്താണ്, ഒരു സന്തോഷമാണ്. അല്ലെങ്കിൽ പിന്നെ പെരുന്നാൾ കുളിയും അല്ലാത്ത കുളിയും എന്ത് വ്യത്യാസമുള്ളത്? അല്ലാത്ത സമയത്ത് നമ്മൾ കുളിക്കാൻ വരുമ്പോ ഇതാ കിടക്കണേ, അല്ലെങ്കിൽ ഷവർ തുറക്കണേ, ഓണാക്കണേ, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കണേ. പെരുന്നാളിന്റെ അന്നും അതേ മറിക്കണേ വെള്ളം ഒഴിക്കണേ. അതിൽ വല്ല മാറ്റം വേണ്ടേ? പെരുന്നാളല്ലേ. ചില ആളുകൾ ചോദിക്കൂലേ, പെരുന്നാക്കെങ്കിലും കുളിച്ചൂടെ? ആ കുളി ഈ കുളിയാണ്. എങ്ങനെ? ശരീരത്തിലൊക്കെ എണ്ണ തേച്ചിട്ട് നമ്മൾ കുളിക്കും.
അങ്ങനെയൊക്കെ കുളിക്കണം ഉസ്താദെ, അങ്ങനെ ഹദീസ് ഉണ്ടോ? ശരീരത്തിൽ എണ്ണ തേക്കണം എന്നൊക്കെ ഹദീസ് എന്താ ഉള്ളത്? വൃത്തിയാക്കണമെന്നാണ്. ആ വൃത്തിയാക്കുന്നതിന്റെ ഭാഗമാണ് എന്ത്? വെളിച്ചെണ്ണ തേക്കുക. അതേ പ്രകാരം ഇനി മഞ്ഞളോ എന്താന്നില്ല നിങ്ങൾക്കറിയാം, അത് പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. ആ വിഷയങ്ങളൊക്കെ നിങ്ങൾ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തരേണ്ടി വരും. കാരണം എങ്ങനെ ശരീരത്തിന്റെ സൗന്ദര്യം നിലനിർത്താന്നൊക്കെ നമുക്കറിയാവുന്ന കാര്യമാണല്ലോ. അതൊക്കെ ചെയ്യണം നമ്മൾ. എങ്ങനെ ചെയ്യണമെന്നില്ലേ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചതുപോലെ. അപ്പൊ മാഷാ അല്ലാഹ് എണ്ണയൊക്കെ പുരട്ടിയിട്ട് നല്ല രൂപത്തിൽ ശരീരത്തെ നമ്മൾ വൃത്തിയാക്കുക. നഖങ്ങളൊക്കെ വെട്ടി ശരിപ്പെടുത്തിയിട്ട് മാഷാ അല്ലാഹ് ശരീരത്തിലുള്ള അശണ്ടകളും അവശിഷ്ടങ്ങളൊക്കെ മാറ്റിയിട്ട് നല്ലതുപോലെ വൃത്തിയായിട്ട് നിങ്ങൾ കുളിക്കണമെന്നാണ്. പെരുന്നാളിന്റെ കുളിയുടെ സുന്നത്ത് മറക്കരുത്. സുന്നത്ത് നീയത്ത് മറക്കരുത്. നീയത്ത് മറന്നാല് പ്രതിഫലം കിട്ടൂല. അപ്പൊ മക്കളോട് പറയാം, മോനെ കുളിക്കുന്ന സമയത്ത് ഇന്ന് പെരുന്നാളിന്റെ കുളി കേട്ടോ, അപ്പൊ കുഞ്ഞോനെ പെരുന്നാളിന്റെ നിയത്ത് വെക്കണം കേട്ടോ, നമ്മൾ പറയാൻ മറക്കരുത്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. എന്നിട്ടോ കുളി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ദിക്ർ ചൊല്ലണം. സാധാരണ വുദൂ കഴിഞ്ഞാൽ നമ്മൾ ചൊല്ലുന്ന ദിക്റുണ്ടല്ലോ, കൈകളും കണ്ണുകളും ആകാശത്തേക്ക് ഉയർത്തിയിട്ട്. എന്തോ ഒരു നല്ല സമയമാണ്. 30 ദിവസം നോമ്പെടുത്ത ശരീരമല്ലേ, 30 ദിവസം ഖുർആനോദിയ കണ്ണുകളല്ലേ, 30 ദിവസം അത്താഴം കഴിച്ച കയ്യുകളല്ലേ, സ്വതക്ക കൊടുത്ത കയ്യുകളല്ലേ, ഫിത്ർ സക്കാത്ത് കൊടുത്ത കയ്യുകളല്ലേ, തറാവി നമസ്കരിക്കാൻ വേണ്ടി അല്ലാഹു അക്ബർ എന്ന് ഉയർത്തിയ കൈകളല്ലേ, റമദാൻ നിലാവിൽ ദുആ ചെയ്യുമ്പോൾ ആമീൻ പറയാൻ ഉയർത്തിയ കൈകളല്ലേ. ഈ കൈകൾ ഒരു പാപവുമില്ലാത്ത കൈകളാണ്. അതുകൊണ്ട് പരിശുദ്ധമായ പെരുന്നാളിന്റെ കുളി കഴിഞ്ഞുകൊണ്ട് വുദൂ എടുത്തിട്ട് ഖിബ്ലയിലേക്ക് മുന്നിട്ട് കൈകൾ ഉയർത്തിയിട്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് തുടങ്ങുന്ന ദിക്റുണ്ടല്ലോ, അല്ലാഹുമ്മ ജഅൽനി മിനത് തവ്വാബീന വജഅൽനി മിനൽ മുതതഹിരീന വജഅൽനി മിൻ ഇബാദിക സ്വാലിഹീൻ എന്ന് തുടങ്ങുന്ന ദിക്ർ ഞാനതിപ്പോൾ വിശദീകരിക്കുന്നില്ല, സമയം നമുക്ക് കുറവാണ്. ആ ദിക്ർ നമ്മൾ ചൊല്ലണം പ്രിയപ്പെട്ടവരെ. അത് സുന്നത്തുണ്ട്. ഇതൊന്നും നമുക്കറിയാഞ്ഞിട്ടല്ല, പക്ഷേ പലരും ശ്രദ്ധിക്കാറില്ല എന്നാണ്. ഞാൻ പറഞ്ഞല്ലോ, മിനിഞ്ഞാന്ന് നിലമ്പൂരിൽ നിന്ന് ഷുഗേഷ് എന്ന് പറയുന്ന ഒരു അമുസ്ലിമായ ചെറുപ്പക്കാരൻ വിളിച്ചു പറഞ്ഞു, ഉസ്താദേ നിങ്ങള് റമദാൻ നിലാവി എന്ന നിങ്ങളെ റംസാൻ പ്രോഗ്രാമിൽ വിശ്വാസിയുടെ ഭക്ഷണം എന്ന ഒരു ടോപ്പിക്, ഒരു വിഷയം നിങ്ങൾ പ്രസംഗിച്ചില്ലേ? ആ വിഷയം കേട്ടപ്പോ മനസ്സിന് വല്ലാത്ത കുളിർമയായി ഉസ്താദേ. കാരണം ഞാനും എൻ്റെ അമ്മയും എൻ്റെ കൊച്ചമ്മയും ഒരുമിച്ചിരുന്ന് ഞങ്ങളത് കേട്ടു. എനിക്ക് കേൾപ്പിച്ചു തന്നത് എൻ്റെ കൊച്ചമ്മയാണ്. ആ ചെറുപ്പക്കാരൻ പറയുകയാണ്, അമുസ്ലിമായ കൂട്ടുകാരനാണ്. ആ പ്രഭാഷണം കേട്ടപ്പോ ജീവിതത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട വിഷയങ്ങൾ പ്രവാചകൻ പറഞ്ഞത് എത്ര സത്യമാണ് പ്രവാചകൻ പറഞ്ഞത്. ഇതൊന്നും ഞങ്ങൾക്കറിയാഞ്ഞിട്ടല്ല, പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇങ്ങനെ ഭക്ഷണം കഴിച്ചാൽ, പ്രവാചകൻ പറഞ്ഞതുപോലെ ഭക്ഷണം കഴിച്ചാൽ അവന്റെ ശരീരത്തിനൊരു രോഗമുണ്ടാവൂല. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ആ കൂട്ടുകാരൻ ഫോൺ കട്ട് ചെയ്തത്. ആ കൂട്ടുകാരൻ നമ്മുടെ ഈ ക്യാമറ വാങ്ങുന്നതിലേക്ക് സംഭാവന എന്നിട്ടുണ്ട്. അല്ലാഹുവിற்கு സന്തോഷം കൊടുക്കട്ടെ. പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ നഷ്ടപ്പെടുത്തുന്നു എന്നതാണ് ദുഃഖം. ഇതൊന്നും നമ്മൾ അറിയാനിട്ടല്ലോ, പഠിക്കാനിട്ടല്ലോ, പക്ഷേ ജീവിതത്തിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. റമദാൻ നിലാവ് നമുക്ക് ഉപകാരപ്പെടട്ടെ. ജീവിതത്തിൽ പ്രവർത്തിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീക്ക് തരട്ടെ. അങ്ങനെ മാഷാ അല്ലാഹ് എന്തായി? ഇപ്പൊ ഇന്നത്തെ റമദാൻ നിലാവിൽ നമ്മൾ എന്തൊക്കെ പഠിച്ചു? ഇന്നത്തെ രാത്രി ഹയാത്താക്കണം എന്ന് പറഞ്ഞാല് ഉറങ്ങാതെ കാത്തിരിക്കല്ല. ഉള്ള സമയം നല്ല കാര്യങ്ങൾ മാത്രം ചെയ്യാ. കാരണം ഇന്നിപ്പോ ഇനി മാസം കണ്ടോ ഇല്ല നോക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. മാസം കണ്ടോ എന്നില്ല ആകാശത്ത് നോക്കി നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഇന്നിപ്പോ ഏതായാലും ഇൻഷാ അല്ലാഹ് ഇന്ന് കഴിഞ്ഞ നാളെ പെരുന്നാളാണെന്ന് നമുക്ക് ഉറപ്പാണ്. അപ്പൊ ഈ സമയങ്ങൾ നമ്മൾ വെറുതെ നഷ്ടപ്പെടുത്തരുത്. അടുക്കളയിൽ ഇരുന്നുകൊണ്ട് ഉമ്മമാര് ജോലി ചെയ്തോളി, അത് നിങ്ങൾക്കുള്ള ഇബാദത്താണ്. നിങ്ങൾക്ക് അത് തന്നെ മതി സ്വർഗത്തിൽ കടക്കാൻ. ഈ സഹോദരിമാരൊക്കെ വല്ലാത്ത ഭാഗ്യവാന്മാരാണ്, ഭാഗ്യവതികളാണ്. അവരോട് നമ്മൾ ദുആ ചെയ്യാൻ പറയണം. കാരണം എന്താ അറിയോ, അവരൊരു ദിവസം ഭക്ഷണം കൊടുക്കുക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ്. ഏതെങ്കിലും ദിവസം ഭക്ഷണം ഉണ്ടാക്കാത്തവരുണ്ടോ സഹോദരിമാര്? അതുകൊണ്ടാണ് അടുക്കള നിങ്ങളെ സ്വർഗത്തിലെ തോട്ടമാണെന്ന് ഞാൻ പറയുന്നത്. അള്ളാഹു നമ്മുടെ സഹോദരിമാർക്ക് ആഫിയത്ത് കൊടുക്കട്ടെ. നിങ്ങൾ ആമീൻ പറയും. അള്ളാഹു ആഫിയത്ത് കൊടുക്കട്ടെ, റാഹത്ത് കൊടുക്കട്ടെ, എല്ലാവർക്കും ഉള്ള സന്തോഷം കൊടുക്കട്ടെ. ഞാൻ നിർത്തുകയാണ്. ബാക്കി ഇൻഷാ അല്ലാഹ് നമുക്ക് ഇന്ന് രാത്രി പറയാം. പിന്നെ തക്ബീർ ചെല്ലണം. രണ്ടാമത് നമ്മൾ പറഞ്ഞത് മറക്കരുത്. ഇന്ന് രാത്രിയിൽ നമ്മൾ ചെയ്യാനുള്ള കാര്യമാണത്.
പിന്നെ മൂന്നാമത്തത് നാളെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, ഇന്ന് രാത്രി കിടന്നുറങ്ങുമ്പോൾ വുദു എടുക്കണം. അതൊക്കെ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പറഞ്ഞതാണ്. അതൊക്കെ രാത്രി ഹയാത്താക്കുന്നതിന്റെ ഒരു ഭാഗമാണ്. ഇന്നത്തെ രാത്രി ഉറങ്ങുമ്പോൾ വുദു എടുത്ത് ഉറങ്ങുക എന്നുള്ളത് അത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്, നഷ്ടപ്പെടുത്തരുത്. പിന്നെയോ രാവിലെ ഇൻഷാ അല്ലാഹ് പെരുന്നാൾ കുളി. പെരുന്നാളിനിപ്പോൾ സാധാരണ പള്ളിയിൽ നമസ്കാരം ഉണ്ടാകുമ്പോൾ 8 മണിക്ക് നമസ്കാരം തുടങ്ങുമെന്ന് എഴുതി വെക്കും ബോർഡിൽ. അപ്പോൾ നമ്മൾ അതിൻ്റെ മുന്നോടിയായിട്ട് കുളിച്ച് ഫ്രഷ് ആയിട്ട് വരും. ഇതിപ്പോൾ സമയമൊന്നും എഴുതിയിട്ടില്ലല്ലോ, അതുകൊണ്ട് എത്രയും നേരം ഉറങ്ങാം, തോന്നുമ്പോൾ പെരുന്നാൾ നിസ്കരിക്കുക. അങ്ങനെയല്ല, അങ്ങനെ ആരും കരുതരുത്. ഒരു സമയം വെക്കാം. ഞാനിപ്പോൾ എൻ്റെ ഭാര്യ വീട്ടിൽ ഞങ്ങളെ ഉപ്പ പറഞ്ഞിട്ടുണ്ട് 8 മണിക്ക് പെരുന്നാൾ നിസ്കാരം തുടങ്ങണം എന്നുള്ളത്. ഇന്നിപ്പോൾ എൻ്റെ ഭാര്യ എന്നോട് പറഞ്ഞു 8 മണിക്ക് പെരുന്നാൾ നിസ്കാരം തുടങ്ങണം. അങ്ങനെ നിങ്ങളെ വീട്ടിലൊക്കെ നിങ്ങൾ ടൈം വെച്ചോളി. 8 മണിക്ക് ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ 7:30 ഇൻഷാ അല്ലാഹ്, കൃത്യം ഇന്ന സമയത്ത് പെരുന്നാൾ നമസ്കാരം തുടങ്ങണം. നിങ്ങൾ സമയം വെച്ചോളി. അതിൻ്റെ ഉള്ളിൽ ആ സമയമാകുമ്പോഴത്തേന് നമുക്ക് ഒരുങ്ങാലോ. അങ്ങനെയാണ് പെരുന്നാളിന്റെ ആ ഒരു അനുഭൂതി നമുക്ക് വരണം. ലോക്ക്ഡൗൺ ആണ്, വീട്ടിൻ്റെ അകത്താണ് എന്ന് പറഞ്ഞിട്ടൊന്നും മാറി നിൽക്കരുത്. ആ ഒരു അനുഭൂതി നമുക്ക് വരണം. അൽഹംദുലില്ലാ, നമുക്കതിന് തൗഫീക്ക് നൽകട്ടെ. അള്ളാഹു നമ്മുടെ കുടുംബ ജീവിതത്തിൽ സന്തോഷം നൽകട്ടെ. മാഷാ അല്ലാഹ്. അങ്ങനെ പെരുന്നാളിന്റെ ദിവസം കുളി കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട വിഷയമാണ് സുഗന്ധം ഉപയോഗിക്കണം. നമ്മൾ പെരുന്നാളിന്റെ ദിവസമാണ്, കഴിഞ്ഞ റമദാനിന്റെ പകലുകൾ നമ്മൾ സുഗന്ധം ഉപയോഗിച്ചിട്ടില്ല, സുറുമ എഴുതിയിട്ടില്ല. പെരുന്നാളിന്റെ ദിവസം സുറുമ കണ്ണുകളുമായി മാഷാ അല്ലാഹ് നല്ല വസ്ത്രം ധരിച്ചുകൊണ്ട്, ഉള്ളതിൽ നല്ല വസ്ത്രം ധരിക്കുക. അപ്പൊ സഹോദരിമാര് പറയുന്നുണ്ടാവും, ഇക്കാക്കന്മാരോട്, കണ്ടില്ലേ ഉസ്താദ് പറയുന്നത് കണ്ടില്ലേ, നല്ല വസ്ത്രം ധരിക്കണം, നിങ്ങൾ നല്ല വസ്ത്രം വാങ്ങി തന്നിക്കണോ പെരുന്നാളായിട്ട്? അങ്ങനെ ചോദിക്കേണ്ട കാരണം ലോക്ക്ഡൗൺ ആണ്. പാവങ്ങളാണ് നമ്മുടെ പ്രിയപ്പെട്ട സഹോദരന്മാർ. ഇപ്പോൾ ആർക്കും ജോലിയില്ലാതെ വല്ലാത്ത വിഷമത്തിലല്ലേ, വല്ലാത്ത സങ്കടത്തിലല്ലേ. അതുകൊണ്ട് നിങ്ങൾ ആരും അവരെ ബുദ്ധിമുട്ടിപ്പിക്കരുത്. ഉള്ള വസ്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും നല്ല വസ്ത്രം ധരിക്കുമ്പോൾ വെളുത്തത് ധരിക്കാൻ നമ്മൾ ശ്രമിക്കണം. വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും ശ്രേഷ്ഠമായ വസ്ത്രം ഏതാ? പുതിയ വസ്ത്രം. സംഗതി ശരിയാണ്, പക്ഷെ പുതിയ വസ്ത്രങ്ങളിൽ നിന്ന് ഏറ്റവും നല്ല ശ്രേഷ്ഠമായതാ വെള്ള വസ്ത്രമാണ്. വെള്ള വസ്ത്രം എന്നുള്ളത് നല്ല വസ്ത്രമാണ്. അതുകൊണ്ട് പെരുന്നാൾ ദിവസം നമസ്കാരത്തിന് നിങ്ങൾ വീട്ടിൽ നിന്ന് നമസ്കാരത്തിന് ഒരുങ്ങുമ്പോൾ വെള്ള വസ്ത്രം ധരിക്കാൻ ശ്രമിക്കണം. വെള്ള വസ്ത്രം അത് സുന്നത്തുള്ള വസ്ത്രമാണ്. നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എത്രയോ വസ്ത്രങ്ങൾ നമുക്കില്ലേ കൂട്ടുകാരാ, എത്രയോ വർണ്ണശലഭമായ വസ്ത്രം നമുക്കില്ലേ. ഒരു വെള്ളിയാഴ്ച ഒരു പെരുന്നാളിന് സുന്നത്തെടുക്കാൻ വേണ്ടിയെങ്കിലും ഒരു വെള്ള വസ്ത്രം ധരിക്കാൻ നമ്മൾ മനസ്സ് കാണിക്കണം. പ്രിയപ്പെട്ടവരെ, മനസ്സ് കാണിക്കണം നമ്മള്. അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. അങ്ങനെ നല്ല മനോഹരമായ വസ്ത്രം ധരിച്ചുകൊണ്ട്, നല്ല തൊപ്പി ധരിച്ചല്ലെങ്കിൽ തലപ്പാവ് ധരിച്ച്, അല്ലെങ്കിൽ ടവ്വൽ കൊണ്ട് തലമറച്ച് മാഷാ അല്ലാഹ് നമ്മൾ സുഗന്ധം ഉപയോഗിക്കൽ സുന്നത്താണ്, മറന്നു പോവണ്ട. അത്തർ ഉപയോഗിക്കണം, സുഗന്ധം ഉപയോഗിക്കണം. സ്പ്രേ അല്ല, സ്പ്രേ ഒഴിവാക്കുക. അതിൽ പണ്ഡിതന്മാരെ പല ഇഷ്കാലുകളും ചർച്ചകളും നടത്തുന്നുണ്ട്. സുഗന്ധമാണ് ഉപയോഗിക്കേണ്ടത്. സുഗന്ധം ഉപയോഗിക്കുക. മാഷാ അല്ലാഹ്. മൻ താബ റീഹു സാദ അക്ലുഹു, മൻ താബ റീഹു സാദ അക്ലുഹു. ഒരാൾ സുഗന്ധം ഉപയോഗിച്ചു കഴിഞ്ഞാൽ അവന്റെ ബുദ്ധി വർദ്ധിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സുഗന്ധം ഉപയോഗിച്ചാൽ അവന്റെ ബുദ്ധിക്ക് അല്ലാഹു വർദ്ധനവ് നൽകുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഹുബ്ബിബ ഇലയ്യ മിൻ ദുനിയാകും സലാസ. അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, 3 കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. 3 കാര്യങ്ങൾ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. അതിൽ നിന്ന് ഒന്ന് അത്വീബു, അത് സുഗന്ധമാണ്. പെരുന്നാളിന്റെ ദിവസം വീടുകൾ നമ്മൾ സുഗന്ധമാക്കണം. വീടുകൾ നമ്മൾ സുഗന്ധപൂരിതമാക്കണം. സുഗന്ധം ഉപയോഗിക്കണം ചെറുപ്പക്കാരാ നമ്മള്. സുഗന്ധം ഉപയോഗിക്കണം കൂട്ടുകാരാ നമ്മള്. നമ്മളെ മക്കൾക്ക് നമ്മൾ സുഗന്ധം പുരട്ടിക്കൊടുക്കുക. ഇന്ന് പെരുന്നാളാണ്, ആഘോഷിക്കട്ടെ അവരെ, സന്തോഷിക്കട്ടെ അവരെ. സുഗന്ധം ഉപയോഗിച്ചുകൊണ്ട് മക്കളുടെ ബുദ്ധി വികസിപ്പിക്കട്ടെ. അതുകൊണ്ടാണ് മദ്രസയിലേക്ക് കുഞ്ഞുമക്കൾ പോകുമ്പോൾ അവരെ ഫ്രഷ് ആക്കിയിട്ട് മുഖക്ക് കഴുകി വുളൂഎടുത്തിട്ട് സുഗന്ധം പുരട്ടിയിട്ട് വേണം മക്കളെ കലാലയങ്ങളിൽ പറഞ്ഞു വിടാൻ. പല രക്ഷിതാക്കളും പറയാറുണ്ട്, എൻ്റെ മോന് തലയിലൊന്നും കയറൂല, അവൻ പഠിക്കൂല, മറവിയാണ്. നിങ്ങൾ മക്കൾക്ക് ചെറുപ്പത്തിലെ സുഗന്ധം പുരട്ടി കൊടുക്കണം. സുഗന്ധം ഉപയോഗിച്ചാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, മൻ താബ റീഹു സാദ അക്ലുഹു.
അവൻ്റെ ബുദ്ധി വർദ്ധിക്കാൻ അത് കാരണമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹ് ഞങ്ങൾക്ക് അതിന് തൗഫീഖ് നൽകണേ റബ്ബേ, നീ തൗഫീഖ് നൽകണം അല്ലാഹ്, നീ തൗഫീഖ് നൽകണം അല്ലാഹ്. പരിശുദ്ധമായ റമദാൻ നിലാവിൻ്റെ മനോഹരമായ രാവുകൾ 1 മുതൽ 30 വരെ അല്ലാഹ് ഞങ്ങൾ നടത്തി. ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച അടിമിന്മാർക്ക് നീ ബറക്കത്ത് കൊടുക്കണമല്ലാ. ഇതിൻ്റെ സൗകര്യങ്ങൾ ഒരുക്കി തന്ന വീട്ടുകാർക്ക് നീ ബറക്കത്ത് കൊടുക്കണേ റബ്ബേ. അല്ലാഹുവേ, ആ വീട്ടിലൊക്കെ നീ ഖൈർ നൽകണേ അല്ലാ. ഏതൊക്കെ വീട്ടുകാർ റമദാൻ നിലാവ് ലൈവായി കാണുന്നുണ്ടോ ആ വീട്ടിലൊക്കെ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ. ഏതെല്ലാം പ്രവാസികളെ റമദാൻ നിലാവ് കാണുന്നുണ്ടോ അവരെ റൂമുകളിലും അവരെ ജോലികളിലും ബറക്കത്ത് കൊടുക്ക റബ്ബേ. അവർക്കും ഞങ്ങൾക്കും റഹ്മത്ത് നൽകണേ അല്ലാ. അല്ലാഹുവേ, വിഷമങ്ങൾ വിളിച്ചറിയിച്ചവരുണ്ട്, സങ്കടങ്ങൾ പറഞ്ഞവരുണ്ട്, ദുആ ചെയ്യാൻ ഏൽപ്പിച്ചവരുണ്ട്. അവരൊക്കെ മുറാദുകൾ ഹാസിലാക്കണമല്ലാ, രോഗങ്ങളെ ശിഫയാക്കണമല്ലാ, കടങ്ങളെ വീട്ടണേ അല്ലാ, ബുദ്ധിമുട്ടുകളെ മാറ്റണമല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്ക റബ്ബേ. ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കുക അല്ലാ. റാഹത്തുള്ള ജീവിതം നൽക റബ്ബേ. വാടകയ്ക്ക് താമസിക്കുന്നവരുണ്ട്, സ്വന്തമായി വീട് കൊടുക്കണേ റഹ്മാനെ. ജോലിയില്ലാത്തവർക്ക് ജോലി കൊടുക്കണമല്ലാ. ഖൈറിന്റെ വഴികൾ നീ ഒരുക്കി തരണേ റഹ്മാനെ. അല്ലാഹുവേ, മരണപ്പെട്ടു പോയ ഞങ്ങളെ മാതാപിതാക്കൾ, കൂട്ടുകുടുംബങ്ങൾ, ഭർത്താവ്, ഭാര്യ, മക്കൾ, പേരമക്കൾ, ഭക്ഷണം തന്നവരെ, സ്നേഹിച്ചവർ എല്ലാവരെ ഖബർ നീ സ്വർഗമാക്ക റബ്ബേ. റമദാൻ നിലാവ് 1 മുതൽ ഞങ്ങൾ തുടങ്ങിയ സദസ്സാണ്. ഇനി അടുത്ത വർഷമല്ലേ റമദാൻ നിലാവിൽ ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടാൻ പറ്റുകയുള്ളൂ. ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖ് നൽകണമല്ലാ. അല്ലാഹുവേ, ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത എല്ലാവർക്കും ബറക്കത്ത് കൊടുക്ക റബ്ബേ. ഇൻഷാ അല്ലാഹ് റമദാൻ നിലാവിന്റെ പ്രോഗ്രാമിന് ക്യാമറ വാങ്ങണമെന്ന് പറഞ്ഞപ്പോൾ എത്രയോ സഹോദരന്മാര് സഹോദരിമാര് സംഭാവന പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി അവരുടെയൊക്കെ പേര് പറഞ്ഞിട്ട് നമ്മൾ ദുആ ചെയ്യുന്നുണ്ട്. ഇന്ന് പെരുന്നാളിന്റെ രാത്രിയാണ്, ദുആക്ക് ഇജാബത്തുള്ള രാത്രിയാണ്, പ്രാർത്ഥനയ്ക്ക് ഇജാബത്തുള്ള രാത്രിയാണെന്ന് മുത്തുനബി പറഞ്ഞതാണ്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഇന്ന് കൃത്യം 9:30 നമുക്ക് പെരുന്നാളിന്റെ രാത്രിയല്ലേ മജ്ലിസ് തുടങ്ങണം. ഇൻഷാ അല്ലാഹ് അവിടെ നിന്ന് വെച്ച് എല്ലാവർക്കും ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹുവേ, നീ സ്വീകരിക്കണമല്ലാ. ആ മജ്ലിസിൽ നമ്മൾ പേര് പറഞ്ഞുകൊണ്ട് തന്നെ ദുആ ചെയ്യുന്നുണ്ട്. അല്ലാഹു സ്വീകരിക്കട്ടെ. ആ മജ്ലിസിൽ നമുക്ക് കൂട്ടമായി പെരുന്നാളിന്റെ തക്ബീർ ചൊല്ലണം, സ്വലാത്ത് ചൊല്ലണം, ദിക്ർ ചൊല്ലണം, ഹദ്ദാദ് ചൊല്ലണം. അല്ലാഹ് നീ കബൂലാക്ക റബ്ബേ. പരിശുദ്ധമായ പെരുന്നാളിന്റെ ബറക്കത്ത് ഞങ്ങൾക്ക് നൽകണമല്ലാ. അല്ലാഹുവേ, ഞങ്ങളെ പ്രയാസങ്ങളൊക്കെ മാറ്റണമല്ലാ. ഞങ്ങൾ അനുഭവിക്കുന്ന വല്ലാത്ത വിഷമത്തിൽ നിന്ന്, കൊറോണ എന്ന ആ പ്രതിസന്ധിയിൽ നിന്ന് ലോകത്തിന് മുഴുവനും നീ ശാന്തി നൽകണയല്ലാ, സമാധാനം തരണമല്ലാ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി 9:30 പെരുന്നാളിന്റെ തലേ ദിവസമാണല്ലോ. പെരുന്നാളിന്റെ രാത്രി ആരെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അവന്റെ ദോഷങ്ങൾ മുഴുവനും പൊറുക്കുമെന്ന് നബി മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതനുസരിച്ച് ഇന്ന് ഇൻഷാ അല്ലാഹ് നമ്മൾ കൃത്യം 9:30 ഇൻഷാ അല്ലാഹ് പ്രോഗ്രാം തുടങ്ങുന്നുണ്ട്. പറ്റുന്ന ആളുകളൊക്കെ ലൈവിൽ വരണം. നമുക്ക് ദുആ ചെയ്ത് ഇന്നത്തെ രാത്രി ഇൻഷാ അല്ലാഹ് അല്ലാഹുവിനോട് ഖേദിച്ച് മടങ്ങണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ക്യാമറയ്ക്ക് സംഭാവന തന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ വേണ്ടി ഇൻഷാ അല്ലാഹ് എപ്പോഴും ദുആ ചെയ്യുന്നുണ്ട്. ഇന്നത്തെ രാത്രി ദുആക്ക് ഇജാബത്തുള്ള രാത്രി ആയതുകൊണ്ട് പ്രത്യേകിച്ച് ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നമ്മൾ പേര് പറഞ്ഞിട്ട് തന്നെ ദുആ ചെയ്യും. അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ.